2024 വൈറലായിട്ട് നിന്നിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ പ്രോഡക്ട്സ് എന്നും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഡിലേ ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഒരു ലിപ് ക്രീം ആണ്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 11. ശരിക്കും ഈ ഒരു പാക്കേജിങ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നി മേടിച്ചു ഞാൻ ട്രൈ ചെയ്തതാണ്. സോ ആദ്യം തന്നെ പറയാമല്ലോ, ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ആ ഒരു ഫിനിഷും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവും, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒന്നും കംഫർട്ടബിൾ അല്ല ലിപ്സിൽ, ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആവും. പക്ഷെ മേടിച്ചിട്ട് എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല, നല്ല പ്രോഡക്റ്റ് ആണ്. സോ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് റിനയുടെ ഒരു PH ബ്ലഷ് ആണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ഒട്ടും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാണ്ട് മേടിച്ചാണെങ്കിലും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആണ്. പെട്ടെന്ന് കയ്യിലെടുക്കുമ്പോൾ കളറൊന്നും ഇല്ലെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന നല്ലൊരു ഷെയ്ഡ് ഓഫ് ബ്ലഷായി മാറും. ഇപ്പോൾ ഇത് കൂടുതലാണ്, ഞാൻ ഇപ്പോൾ ആക്ച്വലി ഒരുപാട് എമൗണ്ട് എടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇച്ചിരി കൂടുതലായിട്ടിരിക്കുന്നത്. ക്യാമറയിൽ വിസിബിൾ ആണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കറക്റ്റ് സ്കിൻ ടോണിന് പറ്റിയ പെർഫെക്റ്റ് ഷെയ്ഡ് ഓഫ് ബ്ലഷ് എനിക്കിതായിട്ടാണ് തോന്നിയത്. ഇതുവരെ ഇങ്ങനൊരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കളർ ഫേസിൽ നിന്ന് പോയാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, അതങ്ങ് പൊക്കോളും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലെൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉടനെ പോകില്ല, പക്ഷെ പയ്യെ അങ്ങ് പോകും. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ചിട്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വന്നിട്ട് മാഴ്സിന്റെ ഒരു ഡ്രിപ്പ് മാഴ്സിന്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ്. ശരിക്കും ഒരു ടങ് ട്വിസ്റ്ററാണ് ഇത്. ഞാൻ മോശം പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് മേടിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇവരുടെ വേറൊരു ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നല്ലോ, ആ ലിപ് ഗ്ലോസ് ഞാൻ ട്രൈ ചെയ്തു. മറ്റേ സിനിമാൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ആ ലിപ് ഗ്ലോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ എനിക്ക് ആ ലിപ് ഗ്ലോസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര സ്റ്റിക്കി, പിന്നെ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടിപ്പം എനിക്ക് ആ പ്രോഡക്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതും ഞാൻ ഓക്കെ ചിലപ്പോൾ അതുപോലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് അങ്ങനെ ഒന്നുമല്ല. ഈ പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 07 ആണ്. ഈ ഷെയ്ഡ് തന്നെ ഡസ്കി സ്കിൻ ടോൺസിന് ഭയങ്കര രസമാണ്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. പിന്നെ ഈ ഷെയ്ഡ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ട്, അതായത് ഇത്ര ഡാർക്ക് ആവത്തില്ല, ഡീപ്പ് ആവില്ല, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് സമയം കഴിയും തോറും ഷെയ്ഡ് നല്ല ഡീപ്പർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇത് നല്ല ഡീപ്പർ ആയെന്ന് തോന്നുന്നു. ആൻഡ് ശരിക്കും ഇത് ഈ ഒരു കളർ ട്രാൻസ്ഫർ ആവത്തില്ല, ആ ഒരു ഗ്ലോസ് മാത്രമേ ട്രാൻസ്ഫർ ആവൂ, ആ ഒരു കളർ ട്രാൻസ്ഫർ ആവത്തില്ല. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിന്റെ വേറെയും ഷെയ്ഡ്സ് മേടിച്ച് ഇനിയും ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഈ ഒരു ടിൻഡ് ലിപ്സിൽ നിന്ന് പോവില്ല. നോക്ക്, ഞാൻ ഇത് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കംപ്ലീറ്റ്ലി ആ ലിപ് ഗ്ലോസ് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രോഡക്റ്റും ഇല്ല, പക്ഷെ ആ ഒരു ടിൻഡ് ലിപ്സിൽ കാണും. വേണമെങ്കിൽ നമുക്ക് എവിടെങ്കിലും പോകുന്നതിന് മുന്നേ കുറച്ച് സമയം മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിൻഡ് ലിപ്സിൽ കാണും. സോ ഈ പ്രോഡക്റ്റ് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണ്. സോ ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റിനെ പറ്റി കൂടുതലൊന്നും എനിക്ക് വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. ഇത് വൈറലായിട്ട് നിന്നിരുന്ന ഒരു മിൽക്കിന്റെ ജെല്ലി ബ്ലഷ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 299 റുപ്പീസിന് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ മേടിച്ചു നോക്കിയതാണ്. എനിക്കൊരു മിൽക്ക് ജെല്ലി ബ്ലഷ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. ആൻഡ് ഓഫ് കോഴ്സ് എന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്നതായിരുന്നില്ല, നല്ല പ്രൈസും ആയിരുന്നു. പക്ഷെ ആ ഒരു ജെല്ലി ബ്ലഷ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് മേടിച്ചതാണിത്. ഇത് കാണാനൊക്കെ ആ ഒരു മിൽക്കിന്റെ ഒരു ജെല്ലി ബ്ലഷ് അതുപോലെ തന്നെ ഉണ്ട്. ഭയങ്കര പിഗ്മെന്റഡ് ആണ്. ആ ഒരു ജസ്റ്റ് ജെല്ലിയുടെ ഒക്കെ ഒരു മണമാണ്. ശരിക്കും ഒന്ന് കടിച്ചു നോക്കാനും തിന്ന് നോക്കാനൊക്കെ ഒന്ന് തോന്നും, പക്ഷെ ചെയ്യരുത്. എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായില്ല. കാരണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ നിന്ന് പോവില്ല, ഭയങ്കര പാടാണ് പോകാൻ വേണ്ടിയിട്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ, നല്ലൊരു തണുപ്പുണ്ട് ഇതിന്. എനിക്ക് ശരിക്കും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്. അപ്ലൈ ചെയ്ത് ഉടനെ ബ്ലെൻഡ് ചെയ്തോണം, ഇല്ലെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓ കണ്ടോ, ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ ഷിറ്റ്, ബ്ലെൻഡ് ചെയ്യൂല, ബ്ലെൻഡ് ആവൂല്ല. ഇതെന്തായാലും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തുമില്ല, ട്രൈ ചെയ്ത് നോക്കാൻ പറയത്തുമില്ല. പിന്നെ ആ ഒരു എന്താ പറയുക, ജെല്ലി ഫോമിലുള്ള ബ്ലഷ് എങ്ങനെ ഇരിക്കണം എന്നറിയണം
എന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യത്തേ ഇല്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന് എൻ്റെ ഫേസിൽ നിന്ന് പോകത്തേ ഇല്ല. എത്രയൊക്കെ വൈപ്പ് ചെയ്താലും ഇതിന് ഫേസിൽ നിന്ന് പോവില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യൂല, എനിക്കിഷ്ടമായില്ല. ജസ്റ്റ് എങ്ങനെ ഇരിക്കും, ജെല്ലി ബ്ലഷ് എങ്ങനെ ഇരിക്കും എന്ന് കാണണമെങ്കിൽ മേടിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. ഞാനിത് അപ്ലൈ ചെയ്യാറൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായില്ല. ലാസ്റ്റ് ഈ മെബലൈൻ സൂപ്പർ സ്റ്റേ ടെഡി ടിൻ്റ് ആണ്. കുഴപ്പമില്ല, പ്രത്യേകിച്ച് എടുത്തു പറയാൻ മോശപ്പെട്ട സ്മെല്ലൊന്നും അല്ല, കൊള്ളാം. ഇതിന്റെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഷെയ്ഡിനെ പറ്റി പറഞ്ഞാൽ ഇത് നല്ല ഷെയ്ഡാണ്, ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ സൂപ്പറാണ്. എനിക്ക് ഷെയ്ഡ് ഒരുപാട് ഇഷ്ടമായി. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല പാക്കേജിങ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഷെയ്ഡ്. നല്ല ഷെയ്ഡ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്. പക്ഷേ നിങ്ങൾക്ക് എന്നെ പോലത്തെ പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ ഇത് ഒട്ടും ആ ഒരു കവറേജ് ഒന്നും തരത്തില്ല, നിങ്ങളുടെ പിഗ്മെന്റേഷൻസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ റിവ്യൂസിലൊക്കെ കണ്ട പോലെ തന്നെ ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ്, അതായത് പാക്കേജിങ് കൊള്ളാം, ഷെയ്ഡ് കൊള്ളാം, എല്ലാം കൊള്ളാം, ആ ഒരു ഫിനിഷും എനിക്കിഷ്ടമായി, അതും കൊള്ളാം. പക്ഷെ അത് ഇത്ര മോശം രീതിയിൽ ഉണ്ടാക്കി എന്തിനാന്ന് എനിക്ക് തോന്നിപ്പോയി. നമുക്ക് എന്തായാലും ഇത് നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല ഇടാൻ വേണ്ടി, കാരണം ലിപ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇത് ഇവിടുന്ന് ഈ ഇന്നർ പോർഷൻസ് ഇവിടെയൊക്കെ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് ഒരുമാതിരിയാവും, നമുക്കിത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. കുറേ സമയമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, കുറേ സമയമല്ല, കുറച്ച് സമയം, ഇപ്പം തന്നെ എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇതിങ്ങനെ ഇളകി വരുമോ, ഇവിടുന്ന് സ്റ്റിക്കി ആയിട്ട് ഇളകി വരും. പക്ഷേ ഇത് ഞാൻ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ആ ഇട്ടിരിക്കുന്ന ബ്ലഷ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് പോകും, എനിക്കിഷ്ടമാണ്, നല്ലതാണ്. ബ്ലഷ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ, എനിക്ക് ഷെയ്ഡ് ഇഷ്ടമാണ്, ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നല്ല രസമാണ് കാണാൻ. പക്ഷേ ലിപ് ടിൻ്റ് കൊള്ളൂല, ഭയങ്കര മോശമായിപ്പോയി. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം എല്ലാം മൊത്തത്തിൽ കൊള്ളാം, പക്ഷെ കൊള്ളൂല. ആ ഒരു പേർപ്പസ്, എന്തിനാണോ ഇത് ഇറക്കിയത്, ആ പേർപ്പസ് മാത്രം ഇത് ഫുൾഫിൽ ചെയ്തില്ല. സോ ഈ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിലും എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാനാണെങ്കിൽ ഇത് രണ്ടും ആയിരിക്കും. റിനയുടെ ഒരു PH ബ്ലഷും പിന്നെ മാഴ്സിൻ്റെ ഒരു ഡ്രിപ്പ് ലിപ് മിസ്റ്റ്, കറക്റ്റാണ്, ലിപ് ഡ്രിപ്പ് മിസ്റ്റും ആണ്. സോ ഇത് രണ്ടുമാണ് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ രണ്ട് പ്രോഡക്ട്സ് ആണ്. സോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന പ്രോഡക്ട്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.